ഹലോ ഗായ്സ്, ഹൗ ആർ യു? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഓട്ട മത്സരം നടത്തിയാലോ? ഫസ്റ്റ് അടിക്കാനുള്ള ഓട്ട മത്സരമാണ് കേട്ടോ. ഓക്കെ, എന്താണ് +1 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 5 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. അതുകൊണ്ട് തന്നെ ഈ ഭാഗം മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറയുന്ന മേഖലകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏകദേശം എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം എഴുതാൻ നിങ്ങളെപ്പോലെയുള്ള മിടുക്കന്മാർക്കും മിടുക്കികൾക്കും പറ്റുമെന്നുള്ളത് കൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം, ഒട്ടും സമയം കളയാതെ. ആദ്യത്തെ ചോദ്യം ഇതാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. ഈ ബിസിനസ്സിനെ കുറിച്ചുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ? എന്താ ചോദ്യം? എന്താണ്? ഫൈൻഡ് ദി ഈ ബിസിനസ് മോഡൽസ് ഫ്രം ദി ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഈ ബിസിനസ്, അപ്പോൾ ഈ ബിസിനസ് ആണ് നമ്മുടെ ടോപ്പിക്. താഴെ കൊടുത്തിരിക്കുന്ന ഈ ബിസിനസ് മോഡലുകൾ ഏതൊക്കെയാണ് എന്നുള്ള ചോദിച്ചേക്കുന്നത്. ആദ്യത്തെ സിറ്റുവേഷൻ എന്താണ്? കസ്റ്റമേഴ്സ് മേക്കിംഗ് ടോൾ ഫ്രീ കോൾസ് ത്രൂ കോൾ സെന്റേഴ്സ് ടു എൻക്വയർ അബൌട്ട് ദി പ്രോഡക്റ്റ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് കസ്റ്റമേഴ്സ് എന്ത് ചെയ്യാണ്? ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുകയാണ്. ഇത് ഏത് മെത്തേഡ് ഓഫ് ഈ ബിസിനസ് ആണ് എന്നാ ചോദിച്ചേക്കുന്നത്. രണ്ടാമത്തത് സിയാൽടെക് ലിമിറ്റഡ് യൂസസ് എ നെറ്റ്വർക്ക് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഫോർ മോണിറ്ററിംഗ് ഡെലിവറി ഓഫ് കമ്പണൻസ് ടു ദി സപ്ലൈ. സിയാൽ എന്ന് പറയുന്ന കമ്പനി എന്താണ് ഒരു നെറ്റ്വർക്ക് ഓഫ് മോഡൽസിലെ ഒരു കമ്പ്യൂട്ടർ ശൃംഖല യൂസ് ചെയ്യാണ്. എന്തിനാണ്? അവരുടെ കോമ്പണൻസ്, അവരുടെ പ്രൊഡക്ട്സ് കൃത്യമായിട്ട് സപ്ലയേഴ്സിൻ്റെ അടുത്ത് ഡെലിവറി എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഇത്തരം ഹിൻഡും തന്നിട്ടുണ്ട്. B2G, B2B, B2C എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിലേതാണ് ഈ രണ്ട് മെത്തേഡുകൾ എന്നുള്ളത് മിടുക്കന്മാരാൻ നിങ്ങൾക്കറിയാം. ആദ്യത്തെ കേസ് എന്താണ്? C2B തന്നെയാണ്. C2B ആണ് ആദ്യത്തെ കേസ് എന്ന് പറയുന്നത്. എന്താണ്? കസ്റ്റമേഴ്സ് ബിസിനസ്സിനെയാണ് വിളിക്കുന്നത് എന്താണ് നമ്മുടെ ഏത് നമ്പർ വഴി? നമ്മുടെ ടോൾ ഫ്രീ നമ്പർ വഴി. എന്താണ് ഇവിടെ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത്? രണ്ടാമത്തെ കേസ് പറയുന്നത് സിയാൽടെക് എന്താണ് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്യണം, സപ്ലൈസിൻ്റെ കറക്റ്റായിട്ട് സാധനം ഡെലിവറി ആവുന്നുണ്ട് എന്നറിയും. ഇതെന്താണ്? ഒരു B2B ആണ്. സപ്ലയറും സിയാൽടെക്കും രണ്ടും എന്താണ്? ബിസിനസ്സുകളാണ്. സോ B2B ട്രാൻസാക്ഷൻ ആണ്. രണ്ടാമത്തത് മിസ് ഉഷ പച്ചയുടെ സ്മാർട്ട് ഫോൺ ഫ്രം LG കമ്പനി ത്രൂ ഇന്റർനെറ്റ് ഈസ് എ ആക്ടിവിറ്റി. ഏത് ആക്ടിവിറ്റിയാണ് ഈ പറയുന്ന മെത്തേഡ് എന്ന് പറയുന്നത്? ഉഷ ഒരു സ്മാർട്ട് ഫോൺ LG കമ്പനിയിൽ നിന്നും വാങ്ങിച്ചു. ഉഷ ആരാണ്? യൂസറാണ്. നമ്മൾ ഈ രണ്ട് എൻഡിലുള്ള ആളുകൾ ആരൊക്കെയാണ് എന്ന് നോക്കിയാൽ മതി. അതിന് ഉത്തരം കിട്ടാൻ ഈ ഒരു സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്സിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ രണ്ട് എൻഡിലുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കിയിട്ട് അവിടെയുള്ള അക്ഷരം ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ ആരാണ്? ഇവിടെ B2B ആണോ? അല്ല. B2G ആണോ? അല്ല. B2C ആണോ? ആണ്. C2C ആണോ? അല്ല. അപ്പോൾ ആരാണ്? B2C ആണ്. ബിസിനസ്സാണ് LG കമ്പനി. വാങ്ങിയത് ആരാണ്? ഉഷയാണ്. ഉഷ ഒരു കസ്റ്റമറാണ്. സ്വാഭാവികമായിട്ടും ആൻസർ ഈസ് B2C. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് ഏത് തരം ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാൻ പറ്റുമല്ലോ. അടുത്ത ചോദ്യം, മിത്ര ഓപ്പിൻസ് ദാറ്റ് ഇ ബിസിനസ് ആൻഡ് ഇ-കൊമേഴ്സ് ആർ ദ സെയിം. ഡു യു അഗ്രി വിത്ത് ഹർ? ജസ്റ്റിഫൈ യുവർ ആൻസർ. 3 മാർക്കിന് 18 ചോദിച്ച ചോദ്യമാണ്. നിർബന്ധമായിട്ട് പഠിക്കണം. വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. ഈ ബിസിനസ്സും ഇ-കൊമേഴ്സും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. എന്തൊക്കെയാണ് എന്നുള്ളത് അല്ലേ? അല്ല. അപ്പോൾ ആദ്യം നിങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഡു യു അഗ്രി വിത്ത് ഹർ? അപ്പോൾ അതിന് കൃത്യമായിട്ട് പറയണം. അല്ല, നിങ്ങൾ അതിനോട് സമ്മതിക്കുന്നില്ല. രണ്ടും ഒന്നല്ല. എന്താണ്? ജസ്റ്റിഫൈ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആൻസർ ചെയ്തേണ്ടത്. അപ്പം നോ, 1 മാർക്ക് കിട്ടി. ഇനി 2 മാർക്കിന് എഴുതണം അല്ലേ? 2 മാർക്കിന്. ഒന്നാമത്തെ, ഈ ബിസിനസ് ഈസ് ബ്രോഡർ ദാൻ ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് ഈ ബിസിനസ് എന്ന് പറയുന്നത് ഇ-കൊമേഴ്സിനേക്കാൾ ബ്രോഡറാണ്, വലിയ ടേമാണ്. അതേപോലെ തന്നെ ഇ-കൊമേഴ്സ് ഈസ് പാർട്ട് ഓഫ് ഈ ബിസിനസ് അല്ലേ? ഇ-കൊമേഴ്സ് എന്ന് പറയുന്നത് ഈ ബിസിനസ്സിൻ്റെ ഒരു ഭാഗമാണ്. ഈ ബിസിനസ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് കണ്ടക്റ്റഡ് ഇലക്ട്രോണിക്കലി. ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ എല്ലാ ഫംഗ്ഷൻസും വരും. അത് ട്രേഡിങ്ങും സെല്ലിങ്ങും പർച്ചേസിങ്ങും അക്കൗണ്ടിങ്ങും ഈ ഇൻ്റർനെറ്റ് വഴി സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏതിൽ വരും? ഈ ബിസിനസ്സിൽ വരുമെങ്കിൽ ഈ കൊമേഴ്സ് എന്ന് പറയുന്നത് വിൽക്കൽ വാങ്ങൽ മാത്രമാണ് ത്രൂ ഇൻ്റർനെറ്റ്. അതേപോലെ തന്നെ ഇ-കൊമേഴ്സ് കവേഴ്സ് ഫ്രോം ഫോംസ് ഇൻട്രാക്ഷൻസ് വിത്ത് കസ്റ്റമേഴ്സ് ആൻഡ് സപ്ലൈസ്. ഈ കൊമേഴ്സിൽ എന്താണ്? ഫേംസിൻ്റെ കസ്റ്റമേഴ്സും അതേപോലെ തന്നെ ഫേമും തമ്മിലുള്ള ബന്ധം മാത്രമേ ഈ കൊമേഴ്സിൽ വരുന്നുള്ളൂ. സപ്ലയറും മറ്റുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വരുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാം. 4ാമത്തെ ചോദ്യം, റൈറ്റ് എനി 2 ബെനിഫിറ്റ്സ് ഓഫ് ഇ-കൊമേഴ്സ് ടു കൺസ്യൂമേഴ്സ് അല്ലേ? ഇ-കൊമേഴ്സിൻ്റെ ഏതെങ്കിലും 2 ബെനിഫിറ്റ്സ് അല്ലേ കൺസ്യൂമേഴ്സിന്
കൊമേഴ്സിന് കിട്ടുന്ന. അപ്പോൾ ഇ കൊമേഴ്സിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഈ ഏരിയ എന്ന് പറയുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് ഇ കൊമേഴ്സ് നിങ്ങൾ മറക്കാതെ പഠിക്കേണ്ട ഏരിയ ആണ് ഈ ബെനിഫിറ്റ്സ് ഓഫ്. അപ്പോൾ എന്താണ്, എനി ടു ഒന്ന് കൺവീനിയൻസ് ആണ്. എവിടെ നിന്നും ഏത് സമയത്തും ഏത് രീതിയിലും നമുക്ക് നമ്മുടെ പിന്നെ കസ്റ്റമേഴ്സിന് പർച്ചേസുകൾ നടത്താൻ പറ്റുമെന്നുള്ളത്. റെഡ്യൂസ്ഡ് കോസ്റ്റ് ഓഫ് പർച്ചേസിലെ പലപ്പോഴും അവിടെ പോയിട്ട് പിന്നെ തിരഞ്ഞ് പിന്നെ ട്രാഫിക്ക് നിന്നുകൊണ്ട് പിന്നെ ബസ് ചാർജ് കൂടുതൽ കാറിൽ ഫ്യൂൽ അടിച്ചുകൊണ്ട് നമ്മൾ പോയി തപ്പിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മുന്നിൽ നമ്മുടെ കിടപ്പുമുറിയിൽ നമുക്ക് കിട്ടും. നമ്മൾ കോസ്റ്റ് സേവ് ചെയ്യുന്നു, അതേപോലെ തന്നെ നമുക്ക് എനർജിയും സമയവും എല്ലാം സേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ പ്രൊവൈഡ് എ ഗ്ലോബൽ മാർക്കറ്റ്, എവിടെയുള്ള ആളുകൾക്കും ഏത് ബയേഴ്സിനും വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് നമ്മുടെ സെലക്ഷൻസും ഡിസിഷൻസും എടുക്കാൻ പറ്റുമെന്നുള്ളതും ഇതിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. അടുത്ത ചോദ്യം എന്താണ്, റൈറ്റ് എനി 5 ഡിഫറൻസസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ബിസിനസ് ആൻഡ് ഇ ബിസിനസ്. നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾക്ക് എഴുതിക്കൂടെ? നിങ്ങൾക്ക് എഴുതി വളരെ ഈസിയാണ് അല്ലേ? ട്രഡീഷണൽ ബിസിനസ് എന്താണ്? ഇത് ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഈ ബിസിനസ് എന്ന് പറയുന്നത് ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? എപ്പോഴും എങ്ങനെയാണ് സംഭവിക്കുന്നത്? എപ്പോഴും സംഭവിക്കുന്നത് എന്താണ്? ഫിസിക്കൽ പ്ലേസിലാണ്. ഓക്കെ, ഫിസിക്കലി പ്രസൻ്റ് ആയിട്ടാണ് ട്രഡീഷണൽ ബിസിനസ്സും ഇ കൊമേഴ്സ് പിന്നെ ട്രഡീഷണൽ ബിസിനസ് സംഭവിക്കാറില്ലെങ്കിൽ ഈ ബിസിനസ് എങ്ങനെയാണ്? ഇത് ട്രഡീഷണൽ ബിസിനസ് ആണ്, എന്നാൽ ഈ ബിസിനസ് എങ്ങനെയാണ് സംഭവിക്കാറുള്ളത്? ഈ കൊമേഴ്സ് ഈ ബിസിനസ് ഓൺലൈനിലാണ് സംഭവിക്കാറുള്ളത്. ഇനി ട്രഡീഷണൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ്, ബുദ്ധിമുട്ടാണ്. ഓക്കെ, ട്രഡീഷണൽ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, എന്നാൽ ഈ ബിസിനസ് സെറ്റപ്പ് ചെയ്യാനോ ഈസിയാണ്. ഇവിടെ ഫിസിക്കൽ ലൊക്കേഷൻ്റെ ആവശ്യമുണ്ട്. ട്രഡീഷണൽ ബിസിനസ്സിന് ഷോപ്പും ഷോറൂമും ലൊക്കേഷനും ഒക്കെ ആവശ്യമുണ്ട്, എന്നാൽ ഇവിടെയോ നോ ലൊക്കേഷൻ ഈസ് നീഡ്. എന്താണ്? എല്ലാം ഓൺലൈൻ വെബ്സൈറ്റാണ്, അല്ലെങ്കിൽ ഓൺലൈനിലാണ് അല്ലെങ്കിൽ വെബ്സൈറ്റിലാണ് ബിസിനസ് നടക്കുന്നത്. ഇതെന്താണ്? ടൈം കൺസ്യൂമിങ് ആണ്. പോയി സാധനം വാങ്ങുക എന്നുള്ളത് സമയമെടുക്കുന്ന ആക്ടിവിറ്റി ആണെങ്കിൽ ഇവിടെ വളരെ സ്പീഡാണ്, അല്ലെങ്കിൽ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇങ്ങനെ ട്രഡീഷണൽ ബിസിനസ്സിൽ കൂടുതൽ ക്യാപിറ്റൽ കോസ്റ്റ്ലിയാണ്, കൂടുതൽ ചിലവേറിയതാണെങ്കിൽ നമ്മുടെ ഈ ബിസിനസ് എന്ന് പറയുന്നത് ലെസ് കോസ്റ്റ്ലി ആണ്. ഇങ്ങനെ ഇഷ്ടം പോലെ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? എഴുതി നിങ്ങൾക്ക് മാക്സിമം മാർക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ആലോചിച്ച് ഇരുന്ന് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ളത് വ്യത്യാസങ്ങൾ. പിന്നെ നമുക്ക് എന്തൊക്കെ എഴുതാം? ആളുകളുമായിട്ടുള്ള ഡയറക്റ്റ് പേഴ്സണൽ ടച്ച് അല്ലേ? പേഴ്സണൽ ടച്ച് എവിടെയാണ് കൂടുതൽ? പേഴ്സണൽ ടച്ച് കൂടുതൽ നമ്മുടെ ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിൽ പേഴ്സണൽ ടച്ച് എന്താണ്? വളരെ കുറവാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ അല്ലേ? പ്രീ സെയിൽ ട്രയൽസ് അവൈലബിൾ ആണ് അല്ലേ? ട്രയൽ അവൈലബിൾ ആണെങ്കിൽ ഇവിടെയോ നോ ട്രയൽസ് ആണ് അല്ലേ? നോ ട്രയൽസ് അല്ലേ? നമുക്ക് ഇട്ട് നോക്കാനോ ഉപയോഗിച്ച് നോക്കാനോ കഴിയില്ല. ഇവിടെ എന്താണ്? ഇവിടെ അനോണിമിറ്റി കുറവാണ്, സേഫാണ് കാര്യങ്ങൾ. എന്നാൽ ഇവിടെയോ? ഇവിടെ റിസ്കിയാണ് അല്ലേ? റിസ്കിയാണ്. ഈ ആസ്പെക്ട് റിസ്കിയാണ്. നമ്മുടെ ഓൺലൈൻ ബിസിനസ് എപ്പോഴും റിസ്കി ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് അവിടെ. ഇനി ഓൺലൈൻ ട്രാൻസാക്ഷൻസിനെ കുറിച്ച് ചോദിക്കുന്ന മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഓൺലൈൻ ട്രാൻസാക്ഷനിൽ ഒന്നാണ് an important tool used for safeguarding against data transmission risk in online transaction is dash. എന്താണ്? ഒരു മാർക്കിന് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. എന്താണ് ഉത്തരം? ക്രിപ്റ്റോഗ്രഫി അല്ലേ? ക്രിപ്റ്റോഗ്രഫി അല്ലെങ്കിൽ എൻക്രിപ്ഷൻ അല്ലെങ്കിൽ സൈഫർ ടെക്സ്റ്റ് അല്ലെങ്കിൽ കോഡ് വേർഡ്സ്, ഇതൊക്കെ നമുക്ക് പറയാവുന്ന ആൻസറുകളാണ്. സെയിം കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ മെസ്സേജുകളെ അല്ലെങ്കിൽ ഐഡിയാസിൻ്റെ ഡീറ്റെയിൽസിനെ മറ്റൊരു ഒരു എൻക്രിപ്റ്റ് ആക്കി മാറ്റുന്ന, അല്ലെങ്കിൽ മറ്റൊരു ആൾക്ക് റീഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സെക്യൂരിറ്റി കീ ഉപയോഗിച്ച് മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡിലേക്ക് ആക്കുന്നതാണ് നമ്മുടെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? കോമൺലി യൂസ്ഡ് പേയ്മെന്റ് മെക്കാനിസം ഫോർ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് അല്ലേ ആർ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കാർഡ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി അതർ മെത്തേഡ്സ് ഓഫ് ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഓൺലൈൻ ട്രാൻസാക്ഷൻ സാധാരണ യൂസ് ചെയ്യുന്നത് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും ആണെങ്കിൽ മറ്റ് മെത്തേഡുകൾ എന്തൊക്കെയാണ്? പഠിച്ചു വെച്ച മക്കളെ എന്തായാലും ചോദിക്കാൻ സാധ്യത. ഒന്ന് ക്യാഷ് ഓൺ ഡെലിവറി നിങ്ങൾക്കറിയാം, ചെക്ക് അറിയാം, നെറ്റ് ബാങ്കിങ് നിങ്ങൾക്കറിയാം, ഡിജിറ്റൽ ക്യാഷ്, പേപാൽ, പേടിഎം, മൂവ് ഓൺ, നമ്മുടെ പിന്നെ അതേപോലെ തന്നെ പേയ്മെൻറ്റ് വാൾ, പിന്നെയുണ്ട് ഗൂഗിൾ പേ, ഫോൺ പേ അല്ലേ? നിങ്ങൾക്ക് മൊബൈൽ മണി വാലറ്റ്സ്, ബ്രൈഡ്, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതും എക്സ്പ്ലെയിൻ ചെയ്താൽ ഇഷ്ടം പോലെ മാർക്ക് വാങ്ങുക. അടുത്ത ചോദ്യം എന്താണ്?
ലിസ്റ്റ് എനി വൺ മെത്തേഡ് പേയ്മെന്റ് ഫോർ മെക്കാനിസം പേയ്മെന്റ് മെത്തേഡ് ഓഫ് പേയ്മെന്റ് മെക്കാനിസം ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷനിൽ സാധാരണ യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പേയ്മെന്റ് മെക്കാനിസത്തെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ ചെക്ക് എഴുതാം, നെറ്റ് ബാങ്കിങ്. നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യം തന്നെയാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ്. ഗുലാം.